പൊന്നു മോനെ റിയാസ് സലീമേ, ഇങ്ങനെ പറഞ്ഞ് തുടങ്ങണം എന്നല്ല ഞാൻ വിചാരിച്ചത്. കുറച്ചും കൂടി മാന്യം കെട്ട രീതിയിൽ തുടങ്ങണം എന്നാണ് വിചാരിച്ചത്. പക്ഷേ എന്തോ എൻ്റെ എൻ്റെ എന്താ എന്താ പറയുക, എൻ്റെ ഒരു ഇത് എന്നെ സമ്മതിക്കുന്നില്ല. എൻ്റെ വ്യക്തിത്വം നിന്നെ വേറെ രീതിയിലൊന്നും വിളിക്കാൻ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് നിന്നെ ഞാൻ പൊന്നു മോനെ റിയാസ് സലീമേ എന്നുള്ളതിൽ വെച്ച് നിർത്തുവാണ്. മറ്റൊന്നുമല്ല, ഇന്ത്യ ഇത്രയും വലിയൊരു പ്രശ്നം ഇവിടെ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇന്ത്യക്കാരനായതിൽ എനിക്കൊരു അഭിമാനവും ഇല്ല എന്ന് പറഞ്ഞ് സ്റ്റാറ്റസ് ഇടാനും സ്റ്റോറി ഇടാനും പലരിട്ട സ്റ്റോറി മെൻഷൻ ചെയ്യാനൊക്കെ ആയിട്ട് നീ കാണിക്കുന്ന ഒരു തത്രപ്പാടും നീ കാണിക്കുന്ന ഒരു വേദനയും ഇന്ത്യയിലെ ആൾക്കാർക്ക് മനസ്സിലാവുന്നു. നീ എന്തുണ്ടാക്കാനായിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നതെന്ന് ഈ ഭാഷയിലൊന്നും അല്ല നിന്നോട് ചോദിക്കേണ്ടത്, വേറെ ഭാഷകളിലാണ് ചോദിക്കേണ്ടത്. പക്ഷേ ഞാൻ ആയതുകൊണ്ട് ഇത്രേ ചോദിക്കുന്നുള്ളൂ. നീയും നിന്നെപ്പോലെയുള്ള കുറച്ചൊരു ഇപ്പോൾ എയറിലാണ്. ശരിക്കും ആ എയറിൽ വെച്ച് ഇന്ത്യയുടെ നിന്ന് മിസൈലിൽ നിന്നെയൊക്കെ കയറ്റി വരണം പാകിസ്ഥാനിലേക്ക്. എന്നിട്ട് നീയൊക്കെ പോയി ജീവിക്കേണ്ടത് പാകിസ്ഥാനിലാണ്. കാരണം പാകിസ്ഥാൻകാർ ഈ യുദ്ധസമയത്ത് പല തരത്തിലുള്ള, കാരണം ഇന്ത്യയുമായി നേരിട്ട് പിടിച്ചു നിൽക്കാൻ പാകിസ്ഥാന് സാധിക്കില്ല എന്നുള്ള കാര്യം പാകിസ്ഥാനും അറിയാം, ലോകരാഷ്ട്രങ്ങൾക്കും അറിയാം. എന്നിട്ടും പാകിസ്ഥാൻ പിടിച്ചു നിൽക്കാനായിട്ട് കാണിക്കുന്ന ഓരോ വേലയാണ്. ഇന്ത്യ കൊണ്ട് ബോംബിട്ടത് ഞങ്ങളുടെ പള്ളികളിലാണ്, ഞങ്ങളുടെ സ്കൂളുകളിലാണ് ഇന്ത്യ ബോംബിട്ടത്, ഞങ്ങളുടെ കുറേ പിഞ്ചു കുഞ്ഞുങ്ങൾ മരിച്ചുപോയി. പണ്ട് കുറേ വീഡിയോ എടുത്ത് പാകിസ്ഥാൻകാർ ഇങ്ങനെ നിരത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് കണ്ട് വിശ്വസിക്കരുത്, ഇത് കണ്ട് ഇന്ത്യയിലെ ആൾക്കാർ ഇതൊന്നും വിശ്വസിക്കരുതെന്ന് പറഞ്ഞ് ഇന്ത്യൻ ആർമിയും തുടങ്ങി എത്രയോ ആൾക്കാർ ഇത് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എന്നിട്ടാണ് പാകിസ്ഥാൻ പറയുന്നതും കേട്ട് വിശ്വസിച്ച് റിയാസ് സലീമിനെ പോലെയുള്ള വളരെ കുറച്ച് ആൾക്കാർ, കുറേ ബാക്കി പറയുന്നില്ല, അവന്മാർ ഈ സ്റ്റോറി എടുത്ത് ഇങ്ങനെ റീമെൻഷൻ ചെയ്തുകൊണ്ട് ഞാനൊരു ഇന്ത്യക്കാരനായതിൽ ഞാൻ അഭിമാനിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഈ സ്റ്റോറി ഇങ്ങനെ മെൻഷൻ ചെയ്തിട്ടുകൊണ്ടിരിക്കുന്നത്. നീയൊക്കെ പാകിസ്ഥാനിലേക്ക് പോവുക, നിനക്കൊക്കെ വേണ്ടി ആ ബോർഡർ എപ്പോഴും തുറന്നിട്ടിരിക്കും. നീയൊക്കെ ഇന്ത്യക്കാരനായതിൽ ഞങ്ങളും അഭിമാനിക്കുന്നില്ല. നീയൊക്കെ ബിഗ് ബോസിൽ പോയി കാട്ടിക്കൂട്ടിയതും ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയാലെങ്കിലും നിനക്ക് മര്യാദയ്ക്ക് ജീവിച്ചുകൂടെ? ഇനിയിപ്പോൾ ഇന്ത്യക്കാർ പറയുവാണ് നമുക്ക് ഒരു യുദ്ധ സാഹചര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, കാരണം ഇന്ത്യ ഒരിക്കലും യുദ്ധത്തിന് പോയിട്ടില്ല, ഇന്ത്യ ഇപ്പോൾ ഒരു പ്രത്യാക്രമണം മാത്രമേ നടത്തിയിട്ടുള്ളൂ. അപ്പോൾ ഇനിയും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു സാഹചര്യം ഇന്ത്യക്ക് ഉണ്ടാവില്ല. കാരണം ഇന്ത്യൻ്റെ ആർമി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒരു സൂപ്പർ സ്റ്റാർ ആർമിയാണ്. ആർമിക്ക് ആൾക്കാരുടെ കുറവുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും കാരണവശാൽ പറയുവാണ് നാട്ടിലെ യുവാക്കൾ ഇന്ത്യൻ ആർമിക്ക് വേണ്ടി ഇറങ്ങണം എന്ന് പറഞ്ഞാൽ എന്നെ പോലെയുള്ളവരൊക്കെ ഇറങ്ങും. നിന്നെ പോലെയുള്ളവർ റൂമിലിരുന്ന് പുതിയ മേക്കപ്പ് വരുമ്പം മേക്കപ്പ് സെറ്റ് മുഖത്ത് ഇട്ട് കൊടുത്ത് എന്നിട്ട് പുതിയ സ്റ്റോറി എടുത്തിട്ട് അവർക്ക് പ്രൊമോഷൻ ചെയ്തുകൊണ്ടിരിക്കുകയുള്ളൂ നിന്നെ പോലെയുള്ളവർ. അത് 100% ഞങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, നീ ഒന്ന് ഇന്ത്യക്കാരനായതിൽ ഞങ്ങളും അഭിമാനിക്കുന്നില്ല. ഇത്രയും വലിയൊരു സാഹചര്യം ഇന്ത്യ നേരിട്ടുകൊണ്ടിരിക്കുമ്പം പാകിസ്ഥാൻ അവിടെ നിന്ന് അടിച്ചു വിടുന്ന ഓരോ കള്ളത്തരങ്ങളും അല്ലെങ്കിൽ ഓരോ വീഡിയോസ് ഉണ്ടാക്കുന്ന വീഡിയോസും എടുത്ത് നീ ഇങ്ങനെ സ്റ്റോറി ചെയ്ത് മെൻഷനും ചെയ്തിരിക്കുമ്പം എന്ത് സുഖമാണ് കിട്ടുന്നതെന്ന് അറിയത്തില്ല. ശരിക്കും പറഞ്ഞാൽ നിന്നോടൊന്നും സംസാരിക്കേണ്ടത് ഈ ഭാഷയിലല്ല, പക്ഷേ ഈ ഭാഷയിൽ സംസാരിച്ച് ഞാനിവിടെ ഒതുക്കുവാണ്. കാരണം നിന്നോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല, നീ ഒന്ന് എത്ര പറഞ്ഞാലും നന്നാവാനും പോകുന്നില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പിന്നെ നിന്നെ കൊണ്ടൊക്കെ ഇൻഫ്ലുവൻസ് ആകുന്ന കുറച്ച് പേരെങ്കിൽ കുറച്ച് പേരൊക്കെ ഈ നാട്ടിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതങ്ങനെയാണല്ലോ. അല്ലെങ്കിലും അമ്മയെ തല്ലിയാലും 2 വർഷം എന്ന് പറയുന്നത് പോലെ നിന്നെ കൊണ്ട് ഇൻഫ്ലുവൻസ് ആകുന്ന കുറച്ച് പേരുണ്ട് ഈ നാട്ടിൽ. അവരെ നീ നശിപ്പിക്കാൻ നിൽക്കരുത്. നീ സ്വന്തമായിട്ട് നശിക്കുകയോ, നീ സ്വന്തമായിട്ട് പാകിസ്ഥാനിൽ പോവോ, നീ സ്വന്തമായിട്ട് അഫ്ഗാനിസ്ഥാനിൽ പോവോ, നീ എവിടെയാണെന്ന് വെച്ചാൽ പോയി ജീവിക്കുക. നീ ഇന്ത്യക്കാരനാണെന്ന് പറയുന്നതിൽ നിനക്ക് അഭിമാനമില്ലെങ്കിൽ നീ ഇന്ത്യയിൽ പിന്നെ എന്തിനാ ജീവിക്കുന്നത്? നീ വേറെ നാട്ടിൽ പോയി ജീവിക്കുക. ആരും നിന്നെ പിടിച്ചു വെക്കാൻ പോകുന്നില്ല. അയ്യോ റിയാസെ പോവല്ലേ, അയ്യോ റിയാസ് സലീമെ പോവല്ലേ എന്ന് പറഞ്ഞാൽ ആരും നിന്നെ പിടിച്ചു വെക്കാൻ പോകുന്നില്ല. പിന്നെ നീ ഇത് കൂട്ടം ഓരോ കുണച്ച സാധനങ്ങൾ ഉണ്ടാക്കുമ്പം ഇതുകൊണ്ട് അനുഭവിക്കുന്ന നിൻ്റെ കുറച്ച് വീട്ടുകാരുണ്ട്. അവരെക്കുറിച്ചൊന്നും നീ ആലോചിക്കുക. വീട്ടുകാരുടെ സപ്പോർട്ട് കൂടിയാണ് നീ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പം എൻ്റെ വീട്ടുകാരെക്കുറിച്ചൊന്നും ആലോചിക്കുക. അതായത് ഇപ്പോൾ ഒരുപാട് പേര് തീവ്രവാദികളാകാൻ പോകുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. അപ്പോൾ അവരുടെ വീട്ടുകാരെക്കുറിച്ച് ആലോചിക്കാതെയാണ് അവർ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് എത്രയോ ജമ്മു കാശ്മീരിൽ 2-3 വീടുകൾ ഇന്ത്യൻ ആർമി തകർത്തു, ഭീകരരുടെ. അപ്പോൾ അതിനകത്ത് അവരുടെ അപ്പനും അമ്മയും സഹോദരിമാരൊക്കെ ഉണ്ട്. പക്ഷേ അത് ചെയ്യേണ്ടത് ഇന്ത്യൻ ആർമിയുടെ കടമയാണ്. അപ്പോൾ ഇന്ത്യൻ ആർമി അത് ചെയ്യും. അപ്പം ഇന്ത്യയിലെ ഇത്രയും
സിവിലിയൻസ് ആയിട്ടുള്ള ആൾക്കാരെ പാകിസ്ഥാൻകാർ കൊന്നതിൽ ഈ മോന് ഒരു വിഷമവുമില്ല. ഇന്ത്യ ഇവിടെ നിന്ന് ഒരു സിവിലിയൻസിനെ പോലും, പാകിസ്ഥാനിലെ ഒരു സിവിലിയൻസിനെ പോലും കൊല്ലാനായിട്ട് ഇന്ത്യ ഇവിടെ നിന്ന് ഒരു മിസൈലും അയച്ചിട്ടില്ല. ഇന്ത്യ തകർത്തിട്ടുണ്ടായിരുന്നത് ഭീകരരുടെ ക്യാമ്പുകളാണ് തകർത്തത് ഇന്ത്യ. അപ്പോഴാണ് പാകിസ്ഥാൻകാർക്ക് ചൊറിഞ്ഞത്. പാകിസ്ഥാൻകാർ ഇങ്ങോട്ട് ആക്രമിച്ചപ്പോഴാണ് ഇന്ത്യ പോയിട്ട് അവരുടെ വ്യോമ താവളങ്ങൾ ആക്രമിച്ചത്. അല്ലാതെ അവരുടെ സിവിലിയൻസിനിടയിലേക്ക് ഒരു മിസൈൽ പോലും ഇന്ത്യക്ക് വിട്ടിട്ടില്ല. ഇസ്ലാമാബാദിൽ അവരുടെ പ്രധാനമന്ത്രി താമസിക്കുന്നതിന് 20 കിലോമീറ്റർ അടുത്ത് വരെ ഇന്ത്യക്ക് ഒരു ബോംബിടാൻ പറ്റുമെങ്കിൽ ആ രാജ്യം തന്നെ ഇല്ലാതാക്കാൻ ഇന്ത്യനെ കൊണ്ട് പറ്റും. എന്നിട്ട് ഇന്ത്യ അവിടുത്തെ സിവിലിയൻസിന് വിചാരിച്ചുകൊണ്ടാണ് ഒരു ഭീകരമായ യുദ്ധത്തിലേക്ക് ഇതുവരെ നീങ്ങാത്തത്. എന്നിട്ടും അവർ പടച്ചുവിടുന്ന കള്ളക്കഥകളും കള്ളവാർത്തകളും കേട്ട് മോങ്ങാനിരിക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി വാദിക്കാനിരിക്കുന്ന നിന്നെപ്പോലെയുള്ള മക്കളോട് എന്ത് പറയാനാണ്? പക്ഷെ പറയും, നല്ലത് പറയും. ഇതുപോലെ ഹോട്ടൽ റൂമുകളിലും അല്ലെങ്കിൽ വീടിൻ്റെ റൂമിലും ഇരുന്ന് ഓരോ മേക്കപ്പ് സെറ്റിൻ്റെ പരസ്യം കാട്ടി അത് പ്രമോഷൻ ചെയ്ത് പൈസ ഉണ്ടാക്കുന്ന, പ്രമോഷൻ ചെയ്ത് പൈസ ഉണ്ടാക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പണിയെടുത്താണല്ലോ ജീവിക്കുന്നത്, നീ ജീവിക്കും, പണിയെടുത്ത് ജീവിച്ചു, അങ്ങനെ ജീവിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, അതൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ നീ അതിൻ്റെ ഇടയിൽ കൂടെ ഇന്ത്യക്കിട്ടുണ്ടാക്കി പാകിസ്ഥാനിൽ നീ ജയ് വിളിക്കാൻ നിൽക്കില്ലേ, പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ.